അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പോലെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എന്നെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കാവി പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാവി പോകാനായിട്ട് റെഡി ആവുകയാണേ. ഞാനിതേ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നിട്ടായിരുന്നേ, കാരണം പുറത്ത് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഇതാ കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നി, അതുകൊണ്ട് ഇതിട്ടു. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ എൻ്റെ ബാത്തിങ് ടവലിൻ്റെയും ഡ്രസ്സിൻ്റെയും കളർ സെയിം, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം താമസിച്ചില്ല, വേഗം ഇറങ്ങി, കാരണം ചിലപ്പോൾ നട അടയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഞാനും അമ്മയും ചേട്ടനും കൂടെ ആട്ടോ പോയത് അച്ഛൻ്റെ വണ്ടിയിൽ. അച്ഛൻ വന്നില്ല, കാരണം അച്ഛൻ രാവിലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഇരുന്നിട്ടാണ് ഞാൻ നോക്കിയത്. എനിക്ക് മര്യാദയ്ക്ക് സമയം കിട്ടിയില്ല ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. മേ ബി ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ടായിരിക്കും. ഞങ്ങൾ പിന്നെ പോയത് പെരുമ്പാവൂരാണേ. പെരുമ്പാവൂർ കുഴിപ്പള്ളിക്കാവ് എന്ന് പറയും. അവിടെ ഞങ്ങളെപ്പോഴും പോകാറുള്ളതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കാവാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടോ. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. ഇതാണ് കാവ്. ഞാനകത്തേട്ട് കയറ്റി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയിട്ട് ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടായി സെൽഫി എന്ന് വിചാരിച്ചാണ് വന്ന് നിന്നത്. ഇത് അവിടെയുള്ളൊരു ആനയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ പേരും കുഴിപ്പള്ളിക്കാവിലമ്മ എന്നാണ്. വന്നിരിക്കുന്നത് കുഴിപ്പള്ളിക്കാവിലാണ്. രണ്ടിനും തമ്മിലൊരു കണക്ഷനുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ തൊഴുതു, പ്രാർത്ഥിച്ചു, ഇറങ്ങിട്ടോ. തിരിച്ചിറങ്ങി പോണ വഴിക്ക് ചേട്ടായി ഞങ്ങളെ വണ്ടിയിലിരുത്തിയിട്ട് ബൂസ്റ്റ് മിൽക്ക് കുടിക്കാനാണെന്നും പറഞ്ഞു പോയി. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വണ്ടിയിലിരുത്തിയിട്ട്. ഇത് അവിടെ ഒരു കട കാണുന്നുണ്ട്, അവിടേക്കാട്ടോ ചേട്ടായി പോയത്. ഞങ്ങൾ കൊണ്ടുപോയില്ല. അപ്പോൾ ചേട്ടായി വന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാണ് ബൂസ്റ്റ് മിൽക്ക്. കറണ്ട് ബ്ലാക്ക് മിൽക്ക്, പച്ചപ്പാലില് കസ്കസ് ഇട്ട് ബ്ലൂബെറിയിലെ അതിൻ്റെ സെൻസാവും. ഞാനും അമ്മയും കുറച്ച് അതിൽ നിന്ന് കുടിച്ചു കേട്ടോ. ദെൻ ഞങ്ങൾ പോയത് അമ്മയ്ക്കൊരു ചുരിദാറിന് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറുപ്പമ്പടി ബാബൂസിലാണ് പോയത്. അപ്പോൾ ചെന്ന വഴി എനിക്കൊരു തുണി ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ എടുക്കാനാട്ടോ പോയത്. അപ്പോൾ ഈ തുണിയാണ് എടുത്തത്. എനിക്കും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇതങ്ങ് എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചായ കുടിക്കാൻ കയറി കേട്ടോ. ഞാൻ ഇടിയപ്പവും മുട്ടക്കറി ആട്ടോ കഴിച്ചേ. ചേട്ടായി അമ്മയും പൊറോട്ടയും മുട്ടക്കറി. ഞാൻ ഇടിയപ്പം കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യാനായിട്ട് ഇറങ്ങി. ആദ്യം തുണി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകി, അത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഉണക്കാനിട്ടു. പിന്നെ കുറച്ച് തുണിയും കൂടെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണക്കാനിട്ടിട്ട് വേണമായിരുന്നു അത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഉണക്കാനിട്ടിട്ട് അടുത്ത കഴുകാനുള്ളത് മെഷീനിലേക്ക് വാരി ഇട്ട്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തോട്ടിട്ട്. അപ്പോൾ എനിക്കൊരു 5 രൂപ കോയിൻ കിട്ടി കേട്ടോ. അതാണ് ഞാൻ അവിടെ കൊണ്ട് കാണിക്കുന്നത്. അതിൻ്റെ അകത്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടിയിട്ടിട്ടു. പിന്നെ അപ്പോഴത്തേക്കും ഉണങ്ങി കിട്ടിയ തുണികൾ ഞാൻ അപ്പം തന്നെ അവിടെ കൊണ്ട് വിരിച്ചു കേട്ടോ. മഴ ആയതുകൊണ്ട് പുറത്തിറക്കി വിരിച്ചില്ല, അകത്ത് തന്നെയാണ് വിരിച്ചിട്ടത്. പിന്നെ കുറച്ചധികം തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇന്നപ്പം മൊത്തം തുണിയുടെ പുറകെയായിരുന്നു ഓട്ടം. തുണി കിടന്നതെല്ലാം മടക്കി എടുത്ത് വയ്ക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ഉണ്ടായിരുന്നു, ആ എല്ലാം എടുത്ത് മടക്കി വെച്ചു. ഓരോരുത്തരുടെയും മുറിയിലോട്ട് കൊണ്ടുവന്ന് വെക്കണം. ചേട്ടൻ്റെ വേറെ, അച്ഛൻ്റെ വേറെ, അമ്മയുടെ വേറെ, എല്ലാം വേറെ വേറെ ആക്കി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.